റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം അല്ലെങ്കിൽ അവിടെയുള്ള സൈനിക നടപടി പുതിയ ഒരു തലത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അവിടെ വീണ്ടും ഡ്രോൺ ആക്രമണം അടക്കമുള്ളവ റഷ്യ നടത്തിയിരിക്കുക. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി? അതായത് സമാധാന ചർച്ചകളുടെ ഒരു ആരംഭത്തിൽ നിന്നിട്ടാണ് വലിയ ആക്രമണത്തിലേക്ക് പെട്ടെന്ന് ഉക്രൈൻ മാറുന്നത്. ഇത് ആദ്യത്തെ നീക്കമല്ല. റഷ്യയുടെ ഈ ആക്രമണ നീക്കങ്ങൾ എപ്പോഴും ഒരു സമാധാനത്തിൻ്റെ ഒരു സൂചന കൊടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് ആക്രമിക്കുക പുട്ടിൻ്റെ ഒരു ശൈലിയാണത്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഉക്രൈൻ അടിച്ചടിച്ച് ഒരു വിധം എത്തുമ്പോഴത്തേക്കും ഇയാൾ പെട്ടെന്ന് ഒരു സമാധാനത്തിൻ്റെ ഒരു സൂചന എടുത്തിടും. അതോടുകൂടി ഉക്രൈൻ സൈന്യം ഒന്ന് നിൽക്കും, ഒന്ന് അറയ്ക്കും. ആ സമയത്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമാധാനത്തിൻ്റെ എല്ലാ സാധ്യത അടച്ചുകൊണ്ട് വീണ്ടും ഉക്രൈനെ ആക്രമിക്കും റഷ്യ. അതാണ് റഷ്യ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത ആക്രമണം. ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ്. 273 ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. അത് ഷഹീദ് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ നിർമ്മിക്കുന്ന ഡ്രോണാണ്. ഏറ്റവും വില കുറവുള്ള, ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഡ്രോണുകളാണ്. പലപ്പോഴും ഈ ഡ്രോണുകൾ ആക്രമണത്തിൻ്റെ ഒടുവിൽ തകർന്നു വീഴാറും പതിവുണ്ട്, തിരിച്ചെത്താറില്ല പലപ്പോഴും. അങ്ങനത്തെ ഒരു ഡ്രോൺ സംവിധാനമാണ് ഈ ഷഹീദ് എന്ന് പറയുന്നത്. ഇതുപയോഗിച്ചാണ് വലിയ രീതിയിൽ റഷ്യ ആക്രമണം നടത്തി. ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്, 28 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. 4 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സമാധാന ചർച്ചകളുടെ എല്ലാ വാതിലും അടച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. അതായത് കീവ് മേഖലയിലേക്ക് എങ്ങനെ ആക്രമണം നടത്താമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഡ്രോൺ ആക്രമണം. സാധാരണ സൈന്യം വരുന്ന മേഖലയിലൊക്കെ അതിനു മുമ്പ്, സൈന്യം വരുന്നതിന് തൊട്ട് മുമ്പ് മിസൈൽ ആക്രമണം നടത്തുക, എന്നിട്ടാണ് സൈന്യത്തെ കയറി വരുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയാകെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തി. 9 മണിക്കൂറാണ് ഈ മേഖലയാകെ ഈ പറയുന്ന അപായ സൈറൻ മുഴങ്ങിക്കൊണ്ടിരുന്നത്. 9 മണിക്കൂർ, 1-2 മണിക്കൂറല്ല. അപ്പോൾ കനത്ത ആക്രമണമാണ് നടന്നത്. ഈ ആക്രമണത്തിൻ്റെ രീതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സർപ്രൈസിങ് ഫൈറ്റ് എന്ന് പറയുന്നത്, സർപ്രൈസിങ് ആയിട്ടുള്ള അറ്റാക്കാണ്. ആ അറ്റാക്കിൻ്റെ തുടർച്ച എന്നോണം അവിടെ കരയുദ്ധവും നടക്കുന്നുണ്ട്. ഇരു സൈന്യങ്ങളും 2 ഭാഗത്ത് നിന്ന് ഏറ്റുമുട്ടുന്നുണ്ട്. റഷ്യയുടെ ടാങ്കുകൾ കടന്നു വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉക്രൈൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയുള്ള മേഖലയിൽ എങ്ങനെ വന്നാലും ടാങ്കുകളെ തകർക്കുമെന്നുള്ള അവിടെയൊക്കെ ഈ പറയുന്ന മൈൻ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. മൈൻ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ തകർക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും റഷ്യ മുന്നേറുകയാണ്. പിന്നെ അതിനെ തകർക്കാനായി, എന്നിട്ടും മുന്നേറുന്ന ഡ്രോണുകളെ തകർക്കാനായിട്ട് ആൻറ്റി ടാങ്ക് മിസൈലുകളാണ് ഉക്രൈൻ ഉപയോഗിക്കുന്നത്. അതിൽ മനുഷ്യന് തന്നെ ഒരു സിംഗിൾ പേഴ്സണെ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആൻറ്റി ഡ്രോൺ മിസൈലുകളുണ്ട്. നമ്മുടെ ഷോൾഡറിൽ വെച്ച് ഫയർ ചെയ്യുന്നത്. അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ 2-3 ആഴ്ച മുമ്പ് പുറത്തു വന്നായിരുന്നു. ഈ മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ റഷ്യയെ പ്രതിരോധിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇരുന്നിട്ട് അതിനെ പൂർണ്ണമായിട്ടും അടച്ച് റഷ്യയുടെ പ്രതിനിധി സംഘവും ഈ പറയുന്ന പുടിനൊപ്പം സെലൻസ്കിയെ മീറ്റ് ചെയ്യും എന്നൊരു ധാരണ നിലനിന്നിരുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ സാധ്യതകളും അടഞ്ഞ് ഈ പറയുന്ന ചർച്ചയൊക്കെ വഴിമുട്ടിയ ശേഷം ഈ പറയുന്ന അപകടത്തിലേക്ക്, വീണ്ടുമുള്ള ആക്രമണത്തിലേക്ക് പോകുന്നു. ഇതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം രൂക്ഷമാകും. കാരണം നെഗോസിയേഷൻ്റെ സാധ്യത അടച്ചിരിക്കുന്നത് പുടിനാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച സുമിയിൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ വെടിനിർത്തലിൻ്റെ സാധ്യതകൾ ഇനി ഇല്ല എന്നുള്ളതിൻ്റെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് റഷ്യ നടത്തുന്നത്. ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുടിൻ ഈ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അന്ന് വിളിച്ച സെലൻസ്കി കാത്തിരുന്ന ആ ചർച്ചയിൽ പങ്കെടുക്കുമായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. ഒരു ഉഭയകക്ഷി സാധ്യതയ്ക്കും പുടിൻ വില കൊടുക്കുന്നില്ല. അമേരിക്ക ഇടപെട്ട് പലതവണ പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അമേരിക്കയും ഉക്രൈനും തമ്മിൽ പലപ്പോഴും ഉരസലുകളുണ്ട്. സെലൻസ്കി ട്രംപും തമ്മിൽ നല്ലതല്ലാത്ത രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്ക് വരെ പോയി, തീരെ ആരോഗ്യകരമല്ലാത്ത. അവിടെയും ഈ പറയുന്ന സാധ്യതകൾ വീണ്ടും അടയുകയാണ്. ഈ ട്രംപുമായിട്ട് സെലൻസ്കി ആ ഒരു ചർച്ച, അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പോലും ട്രംപ് വല്ലാണ്ട് വഷളാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും അവർ തമ്മിൽ അവസാനം ഒരു ധാരണ എത്തുകയും ചെയ്തു. പ്രകൃതി വിഭവങ്ങളടക്കമുള്ളവ അമേരിക്കയ്ക്ക് കൈമാറുന്ന അത്തരം കാര്യങ്ങളൊരു കരാറ് പോലും ഉണ്ടായി.
അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണോ ഇപ്പോഴുള്ള ഒരു പ്രകോപനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്? അത് മാത്രമല്ല, റഷ്യക്ക് ഇപ്പോഴും ഭയമാണ് ഉക്രൈൻ നാറ്റോ അംഗത്വം നേടുമോ എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഭാഗത്തായിട്ട് ഉക്രൈൻ റഷ്യ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഇനി ഫിൻലൻഡ്, നോർവേ, ഡെൻമാർക്ക് ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാനുള്ള പദ്ധതിയാണോ എന്നുള്ള ഒരു സംശയവും കൂടി ആ സമയത്തുണ്ടായിരുന്നു. അതായത് പണ്ട് പോളണ്ടിനെ ആക്രമിച്ചപ്പോഴാണ് വേൾഡ് വാറിന് തുടക്കമായത്. ഏതെങ്കിലും മറ്റു രാജ്യങ്ങളെയൊക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് കയ്യേറിയപ്പോൾ, ജർമ്മനി കയ്യേറിയപ്പോൾ അതൊന്നും അന്ന് വലിയ പ്രശ്നമായില്ല. പക്ഷെ പോളണ്ടിനെ തൊട്ടപ്പോഴാണ് UK കയറി ജർമ്മനിയെ അടിച്ചത്. അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ UK ഒക്കെ വെറുതെ ഇരിക്കില്ല. കാരണം UK അടുത്തുള്ള രാജ്യങ്ങളാണ്. UK ഒക്കെ ഉറപ്പായിട്ട് അവിടെ വിടും. പിന്നെ ഫ്രാൻസും മിണ്ടാതിരിക്കില്ല. ഫ്രാൻസിനും അപ്പോൾ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളെ തൊടുന്നതിൽ തീരെ താല്പര്യമില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യൂറോപ്പ് യുദ്ധഭീതി, ഒരു ലോകയുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം വെച്ചിട്ട് ഉക്രൈനെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ നീക്കത്തിലാണ് റഷ്യ നിൽക്കുന്നത്. ഇത് ഒരു അനന്തമായ യുദ്ധമാണ്, നിരന്തര യുദ്ധം എന്ന് പറയും. ഇത് അവസാനമില്ലാത്ത യുദ്ധം. 3.5 വർഷമാകാൻ പോകുന്നു ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് തീരാത്തതെന്ന് പറഞ്ഞാൽ, അമേരിക്കയും യൂറോപ്പും പമ്പ് ചെയ്യുന്ന മുഴുവൻ ആയുധങ്ങളും പണവും വെച്ചുകൊണ്ടാണ് സെലൻസ്കി ഈ പറയുന്ന യുദ്ധം നയിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും കൂടിച്ചേർന്നുള്ള റഷ്യയുമായിട്ടുള്ള യുദ്ധമായിട്ടേ കണക്കാക്കാൻ കഴിയുള്ളൂ. ഈ റഷ്യ വലിയ രീതിയിൽ ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഈ റഷ്യയുടെ സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇത്തിരി പ്രശ്നത്തിലാണെന്നുമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ പറയുന്ന സെലൻസ്കിക്ക് കിട്ടുന്ന പണത്തിൽ ഏതാണ്ട് $100 കോടി കണക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഇയാൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു വലിയ വില്ല വാങ്ങിയതായും അവിടെ സെറ്റിലാവാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായും ഒക്കെ പറയുന്നുണ്ട്. ഏത് നിമിഷവും ഒരുപക്ഷെ സെലൻസ്കി ഇവിടം വിട്ട്, അതായത് ഈ യുക്രൈൻ വിട്ട് നാട് വിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ പറയുന്ന യുദ്ധം യുക്രൈനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും സെലൻസ്കി ഉക്രൈൻ വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ പൂർണ്ണമായിട്ടും റഷ്യ പിടിച്ചടക്കും. പക്ഷെ അതിനുള്ള അവസരം ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക ഒരുക്കുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല സഹായങ്ങളും പൂർണ്ണമായി നൽകാൻ കഴിയില്ല എന്ന് അമേരിക്ക അടക്കം ഈ ഉക്രൈന് സൂചന നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലൻസ്കി കാണിച്ച അഴിമതിയാണ്. ഇതിതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ സെലൻസ്കിക്കെതിരെ പുടിൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സെലൻസ്കി കൊക്കൈൻ യൂസറാണ്, ഈ പറയുന്ന ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം നശിക്കാൻ അനുവദിക്കില്ല, അതിനെ സംരക്ഷിക്കണമെന്നൊക്കെയാണ് പുടിൻ പറഞ്ഞു. അധിനിവേശത്തിന് മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന സെലൻസ്കിയുടെ നേതൃത്വത്തിൽ വലിയ പാളിച്ച ഉണ്ടാകുന്നു. പുടിനുമായിട്ട് ചർച്ചകൾക്കുള്ള സാധ്യതകൾ പുടിൻ തന്നെ അടയ്ക്കുന്നുണ്ട്. എങ്കിലും മറ്റേതെങ്കിലും ഒരു നീക്കം, മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടൊരു ചർച്ച, ഇതിനൊന്നും സെലൻസ്കി പോലും മുതിരുന്നില്ല. യുദ്ധം നീണ്ടുപോകുന്നത് സെലൻസ്കിക്കും ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ തുടരാക്രമണത്തിന്, വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരുപക്ഷത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാനും യുദ്ധം കൂടുതൽ രൂക്ഷമാകാനുമുള്ള എല്ലാ സാധ്യതകളും തുറന്നു വയ്ക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.